അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് പ്രഭാത വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ പ്രഭാത വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് ഏപ്രിൽ 28 ഞായറാഴ്ച. ദക്ഷിണേന്ത്യയെ പ്രത്യേക രാഷ്ട്രമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇന്ത്യ സഖ്യം കർണാടകയിലും തമിഴ്നാട്ടിലും വോട്ട് പിടിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അവർ ദേശവിരുദ്ധ അജണ്ടകളും പ്രീണനവും മുന്നോട്ട് വയ്ക്കുന്നുവെന്നും ഇപ്പോൾ കോൺഗ്രസിന്റെ അജണ്ട കാശ്മീരിന്റെ പ്രത്യേക പദവി പുനഃസ്ഥാപിക്കുമെന്നാണെന്നും മോദി പറഞ്ഞു. കോൺഗ്രസ് അപകടകരമായ വോട്ട് ബാങ്ക് രാഷ്ട്രീയമാണ് നടത്തുന്നതെന്നും കോൺഗ്രസിന്റെ രാജകുമാരന്റെ വിദേശയാത്രകൾ ഒരു എക്സ്റേ മെഷീൻ കൊണ്ടുവരാനാണെന്നും ജാതി സെൻസസ് രാജ്യത്തിന്റെ എക്സ്റേ ആണെന്ന രാഹുൽ ഗാന്ധിയുടെ പരാമർശത്തെ പരിഹസിച്ചും മോദി പ്രസംഗിച്ചു. മഹാരാഷ്ട്രയിലെ കെൽഹാപൂരിലെ BJP റാലിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. തന്റെ പിതാവും മുത്തശ്ശിയുമടക്കം നിരവധി പ്രധാനമന്ത്രിമാരെ താൻ കണ്ടിട്ടുണ്ടെന്നും എന്നാൽ ജനങ്ങളോട് ഇതുപോലെ നുണ പറയുന്ന രാജ്യത്തെ ആദ്യ പ്രധാനമന്ത്രിയായിരിക്കും നരേന്ദ്രമോദിയെന്ന് AICC ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി. തന്റെ മുത്തശ്ശിയും പിതാവും രാജ്യത്തിനു വേണ്ടി ജീവൻ ത്യജിച്ചവരാണ്. ഞങ്ങളുടെ അച്ഛനെ വീട്ടിലേക്ക് കൊണ്ടുവന്നത് കഷ്ണങ്ങളായാണ്. മൻമോഹൻ സിംഗ് രാജ്യത്ത് വിപ്ലവം കൊണ്ടുവന്നു. അടൽ ബിഹാരി വാജ്പേയി കുറഞ്ഞപക്ഷം ഒരു സംസ്കാരമുള്ള മനുഷ്യനായിരുന്നു. എന്നാൽ താൻ ജനങ്ങളുടെ മുമ്പിലാണ് സംസാരിക്കുന്നതെന്നും അവരോട് സത്യം പറയണമെന്ന് ചിന്തിക്കുക പോലും ചെയ്യാത്ത ഒരാളാണ് മോദിയെന്നും പ്രിയങ്ക കുറ്റപ്പെടുത്തി. മുഖ്യമന്ത്രി പറഞ്ഞിട്ടാണ് EP ജയരാജൻ പ്രകാശ് ജാവദേക്കറെ കണ്ടതെന്നും ജയരാജനെ മുഖ്യമന്ത്രി ഒറ്റിയെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കൊണ്ടുനടന്നതും നീയേ ചാപ്പ, കൊണ്ടുപോയി കൊല്ലിച്ചതും നീയേ ചാപ്പ എന്ന സ്ഥിതിയാണെന്നും അദ്ദേഹം പറഞ്ഞു. CPM ജീർണത ബാധിച്ച പാർട്ടിയായി മാറിയോ എന്നും അദ്ദേഹം ചോദിച്ചു. മുഖ്യമന്ത്രി എന്താണ് പ്രകാശ് ജാവദേക്കറുമായി സംസാരിച്ചതെന്ന് CPM നേതൃത്വം പറയണമെന്നും EP ജയരാജനെതിരെ ഏതുവരെ CPMന് പോകാൻ കഴിയുമെന്ന് സംശയമുണ്ടെന്നും എല്ലാം പിണറായിക്ക് അറിയാമെന്നും സതീശൻ കൂട്ടിച്ചേർത്തു. EP ജയരാജൻ നടത്തിയ തുറന്നുപറച്ചിൽ പാർട്ടി നേതൃത്വത്തെ ഞെട്ടിച്ചുവെന്ന് റിപ്പോർട്ടുകൾ. പാർട്ടി കേന്ദ്ര കമ്മിറ്റി അംഗം BJPയുടെ മുതിർന്ന നേതാവുമായി വീട്ടിൽ കൂടിക്കാഴ്ച നടത്തിയത് നിസ്സാരമായി കാണാനാവില്ലെന്നും കോൺഗ്രസ് നേതാക്കൾ BJPയിലേക്ക് ചേരുന്നത് പാർട്ടി ആയുധമാക്കുമ്പോൾ ഈ ചർച്ച വൻ തിരിച്ചടിയായെന്നാണ് പൊതുവെയുള്ള വിലയിരുത്തൽ. പോളിംഗ് വൈകിയത് UDF കേന്ദ്രങ്ങളിലെന്ന പ്രചാരണം തോൽവി ഭയന്നെന്ന് ആരോപിച്ച് വടകരയിലെ LDF സ്ഥാനാർത്ഥി KK ശൈലജ. വടകരയിൽ മാത്രമല്ല എല്ലായിടത്തും വോട്ടെടുപ്പ് വൈകിയെന്നും ഉദ്യോഗസ്ഥർ വോട്ടെടുപ്പ് കരുതിക്കുട്ടി വൈകിപ്പിച്ചെന്ന് കരുതുന്നില്ലെന്നും ശൈലജ പറഞ്ഞു. തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ വർഗീയ ചെരിതിരിവിനെ ശ്രമിച്ചിട്ടില്ലെന്ന് ഷാഫി പറമ്പിൽ. വ്യാജ പ്രൊഫൈൽ ഉപയോഗിച്ച് CPM ആണ് മതധ്രുവീകരണത്തിന് ശ്രമിക്കുന്നത്. UDFന് വിജയസാധ്യതയുള്ള മേഖലകളിൽ വോട്ടെടുപ്പ് മന്ദഗതിയിൽ ആയതിന്റെ കാരണം തിരഞ്ഞെടുപ്പ് കമ്മീഷൻ കണ്ടെത്തണം. ഉദ്യോഗസ്ഥ തലത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ടോ എന്ന് സംശയമുണ്ടെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. പോളിംഗ് ശതമാനം കുറഞ്ഞതിന് ഒന്നാം പ്രതി തിരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന് തൃശൂർ ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി K മുരളീധരൻ. വോട്ടിംഗിൽ BJP CPM ഡീൽ നടന്നിട്ടുണ്ടെന്നും EP ജയരാജൻ BJP ചർച്ചയുടെ ഭാഗമായി CPMലെ ഒരു വിഭാഗം BJPക്ക് വോട്ട് ചെയ്തിട്ടുണ്ടെന്നും മുരളീധരൻ ആരോപിച്ചു. BJP നേതൃത്വത്തിൽ ഫ്ളാറ്റുകൾ കേന്ദ്രീകരിച്ച് കള്ളവോട്ട് നടന്നുവെന്നും ഇതിനെതിരെ പരാതി നൽകിയപ്പോൾ കള്ളവോട്ടിന് നല്ല സർട്ടിഫിക്കറ്റാണ് BL ഒമർ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു. വോട്ടിംഗിൽ കാലതാമസമുണ്ടായെന്ന് ജോസ് കെ മാണി. 1 മിനിറ്റിൽ 3 വോട്ട് മാത്രമാണ് പല ബൂത്തുകളിലും ചെയ്യാനായതെന്നും 3-4 മണിക്കൂർ ക്യൂ നിന്ന ശേഷം ആളുകൾ വോട്ട് ചെയ്യാതെ മടങ്ങിപ്പോയെന്നും ജോസ് കെ മാണി കുറ്റപ്പെടുത്തി. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയെക്കുറിച്ച് പ്രതിപക്ഷം ഉന്നയിച്ച സംശയങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഉദ്യോഗസ്ഥ തലത്തിൽ വൈകിപ്പിച്ചതായി കരുതുന്നില്ലെന്നും ജോസ് കെ മാണി വ്യക്തമാക്കി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. ബില്ലുകളെല്ലാം നേരത്തെ ഒപ്പിട്ടിരുന്നതാണെന്നും അത് പരിശോധിക്കുന്നതിന് വേണ്ടിയാണ് സമയമെടുത്തതെന്നും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. സംസ്ഥാനം കോടതിയെ സമീപിച്ചതിന് ഇതുമായി ബന്ധമില്ലെന്നും ഗവർണർ കൂട്ടിച്ചേർത്തു. 10 കോടി രൂപ നഷ്ടപരിഹാരം ആവശ്യപ്പെട്ട് ശോഭാ സുരേന്ദ്രന് വക്കീൽ നോട്ടീസ് അയച്ച് ഗോകുലം ഗോപാലൻ.
CMRL ഉടമ ശശിധരൻ കർത്ത സുഹൃത്താണെന്ന തെറ്റായ ആരോപണം ഉന്നയിച്ചെന്നും തെളിവ് നൽകാൻ പരസ്യമായി ആവശ്യപ്പെട്ടിട്ടും ശോഭാ സുരേന്ദ്രൻ തയ്യാറായില്ലെന്നും നോട്ടീസിൽ പറയുന്നു. ശോഭാ സുരേന്ദ്രന്റെ ആരോപണങ്ങളിൽ മറുപടി നൽകാൻ തന്റെ സംസ്കാരം അനുവദിക്കുന്നില്ലെന്നും ആരോപണങ്ങൾ പൂർണ്ണമായും തെറ്റാണെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. സംസ്ഥാനത്ത് 3 മുതൽ 5 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കാലാവസ്ഥാ മുന്നറിയിപ്പ്. അടുത്ത 5 ദിവസത്തേക്ക് 12 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. സൂര്യാഘാതവും സൂര്യതാപവും ഏൽക്കാൻ ഈ സമയത്ത് സാധ്യത കൂടുതലാണെന്നും അതിനാൽ പൊതുജനങ്ങളും ഭരണേതര സംവിധാനങ്ങളും വേണ്ട ജാഗ്രത പാലിക്കണമെന്നും അറിയിപ്പിലുണ്ട്. BJP തെരഞ്ഞെടുപ്പ് പ്രചരണം മാറ്റുന്നുവെന്ന് കോൺഗ്രസ് നേതാവ് P. ചിദംബരം. മോദി സർക്കാർ മാറി BJP സർക്കാർ എന്നതായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ പ്രചരണം. ഇന്നലെ മുതൽ NDA സർക്കാർ എന്നാണ് പ്രയോഗം. കോൺഗ്രസ് പ്രകടന പത്രികയെ അവഗണിച്ച മോദി ഇപ്പോൾ പ്രകടന പത്രിക പരിഗണിക്കുന്നുവെന്നും ചിദംബരം പരിഹസിച്ചു. അന്വേഷണ ഏജൻസികളെ ഉപയോഗിച്ച് കേന്ദ്ര സർക്കാർ രാഷ്ട്രീയ എതിരാളികളെ നേരിടുന്നതിന്റെ ഭാഗമാണ് തന്റെ അറസ്റ്റെന്ന് അരവിന്ദ് കെജ്രിവാൾ. EDയുടെ വാദങ്ങൾ തള്ളി സുപ്രീം കോടതിയിൽ സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിലാണ് ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത്. ഗോവ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മദ്യനയ അഴിമതി പണം ചെലവഴിച്ചു എന്നത് EDയുടെ ആരോപണം മാത്രമാണ്. ആം ആദ്മിയുമായി ബന്ധപ്പെട്ട് 1 രൂപ പോലും കള്ളപ്പണമായി കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. മദ്യനയ കേസിലെ ED അറസ്റ്റിനെ ചോദ്യം ചെയ്തുള്ള ഹർജി സുപ്രീം കോടതി നാളെ പരിഗണിക്കും. ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ ഭാര്യ സുനിത കെജ്രിവാൾ ആദ്യമായി തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിറങ്ങി. ഈസ്റ്റ് ഡൽഹിയിൽ പ്രചാരണത്തിന്റെ ഭാഗമായി വൻ റോഡ് ഷോ നടത്തിയാണ് സുനിത കെജ്രിവാൾ പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. ഏകാധിപത്യം ഇല്ലാതാക്കാനും ജനാധിപത്യം സംരക്ഷിക്കാനും AAPക്ക് വോട്ട് ചെയ്യണമെന്നും അവർ അഭ്യർത്ഥിച്ചു. ഇപ്പോൾ നിക്ഷേപങ്ങൾക്ക് 8.5% പലിശയുമായി KSFE നേട്ടം പ്ലസ്. ഇതിലും മികച്ചത് മറ്റൊന്നില്ല. തൃണമൂൽ കോൺഗ്രസ് നേതാവും ബംഗാൾ മുഖ്യമന്ത്രിയുമായ മമതാ ബാനർജി ഹെലികോപ്റ്ററിൽ കയറുന്നതിനിടെ കാൽ തട്ടി വീണു. ഹെലികോപ്റ്ററിനകത്ത് കയറിയ ഉടനെ കാൽ തെറ്റി വീഴുകയായിരുന്നു. വീഴ്ചയിൽ മമതയ്ക്ക് നേരിയ പരിക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. കോൺഗ്രസ് അധികാരത്തിലെത്തിയാൽ ആളുകളുടെ ഭൂമിയും സ്വത്തുക്കളുമെല്ലാം എടുത്ത് മുസ്ലിങ്ങൾക്കിടയിൽ വിതരണം ചെയ്യുമെന്ന് പ്രധാനമന്ത്രിക്കും മറ്റ് BJP നേതാക്കൾക്കും പുറമെ കേന്ദ്രമന്ത്രി അനുരാഗ് ഠാക്കൂറും. കോൺഗ്രസിന്റെ പ്രകടന പത്രികയുടെ പിന്നിൽ വൈദേശിക ശക്തികൾ പ്രവർത്തിച്ചുവെന്നും അദ്ദേഹം ആരോപിച്ചു. BJPയുടെ 400 സീറ്റിൽ വിജയിക്കുമെന്ന മുദ്രാവാക്യം ഇപ്പോൾ 400 സീറ്റിൽ പരാജയപ്പെടും എന്നായി മാറിയിട്ടുണ്ടെന്ന് സമാജ്വാദി പാർട്ടി അധ്യക്ഷനും കനൌജ് മണ്ഡലത്തിലെ SP സ്ഥാനാർത്ഥിയുമായ അഖിലേഷ് യാദവ്. ഇപ്പോൾ അവർ ഭരണഘടനയെക്കുറിച്ചും സംവരണത്തെക്കുറിച്ചുമാണ് പറയുന്നതെന്നും അഖിലേഷ് കൂട്ടിച്ചേർത്തു. യമൻ തീരത്തിന് സമീപം ഇന്ത്യയിലേക്കുള്ള എണ്ണ ടാങ്കറടക്കം ലക്ഷ്യമിട്ട് ചെങ്കടലിൽ വീണ്ടും ഹൂതി ആക്രമണമെന്ന് റിപ്പോർട്ട്. റഷ്യയിൽ നിന്ന് ഈജിപ്ത് വഴി ഇന്ത്യയിലേക്ക് പുറപ്പെട്ട എണ്ണ ടാങ്കറടക്കം 3 ചരക്ക് കപ്പലുകളെ ലക്ഷ്യമിട്ട് മിസൈൽ ആക്രമണമുണ്ടായതായി US സെൻട്രൽ കമാൻഡാണ് സ്ഥിരീകരിച്ചത്. ഇന്നലെ പുലർച്ചെയുണ്ടായ ആക്രമണത്തിൽ ഇന്ത്യയിലേക്കുള്ള എണ്ണക്കപ്പലിന് കേടുപാടുകൾ സംഭവിച്ചുവെങ്കിലും അറ്റകുറ്റപ്പണി പൂർത്തിയാക്കി യാത്ര തുടരുകയാണ്. IPLൽ ഡൽഹി ക്യാപിറ്റൽസിനെതിരായ ആവേശകരമായ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസിന് 10 റൺസിന്റെ തോൽവി. ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി 27 പന്തിൽ 84 റൺസ് നേടിയ ജെയ്ക് ഫ്രേസർ മഗ്രൂക്കിന്റെയും 25 പന്തിൽ 48 റൺസ് എടുത്ത ട്രിസ്റ്റാൻ സ്റ്റബ്സിന്റെയും 17 പന്തിൽ 41 റൺസ് എടുത്ത ഷായ് ഹോപ്പിന്റെയും കരുത്തിൽ 4 വിക്കറ്റ് നഷ്ടത്തിൽ 257 റൺസ് എടുത്തു. കൂറ്റൻ വിജയലക്ഷ്യവുമായി ഇറങ്ങിയ മുംബൈ 32 പന്തിൽ 63 റൺസ് എടുത്ത തിലക് വർമ്മയുടെയും 24 പന്തിൽ 46 റൺസ് എടുത്ത ഹാർദിക് പാണ്ഡ്യയുടെയും കരുത്തിൽ പൊരുതി നോക്കിയെങ്കിലും 9 വിക്കറ്റ് നഷ്ടത്തിൽ 247 റൺസ് എടുക്കാനേ സാധിച്ചുള്ളൂ. IPLലെ ഇന്നലെ നടന്ന രണ്ടാമത്തെ മത്സരത്തിൽ ലക്നൌ സൂപ്പർ ജയൻസിനെതിരെ രാജസ്ഥാൻ റോയൽസിന് 7 വിക്കറ്റിന്റെ ആധികാരിക ജയം. ആദ്യം ബാറ്റ് ചെയ്ത ലക്നൌ 48 പന്തിൽ 76 റൺസ് എടുത്ത ക്യാപ്റ്റൻ KL രാഹുലിന്റെയും 31 പന്തിൽ 50 റൺസ് എടുത്ത ദീപക് ഹൂഡയുടെയും കരുത്തിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 196 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനെത്തിയ രാജസ്ഥാൻ 33 പന്തിൽ 71 റൺസ് എടുത്ത ക്യാപ്റ്റൻ സഞ്ജു സാംസണിന്റെയും 34 പന്തിൽ 52 റൺസ് എടുത്ത ധ്രുവ് ജുറലിന്റെയും മികവിൽ 3 വിക്കറ്റ് മാത്രം നഷ്ടത്തിൽ 1 ഓവർ ബാക്കി നിൽക്കെ ലക്ഷ്യം മറികടന്നു. ഈ വിജയത്തോടെ 9 മത്സരത്തിൽ നിന്ന് 16 പോയിന്റുള്ള രാജസ്ഥാൻ ഏറെക്കുറെ പ്ലേ ഓഫ് ഉറപ്പിച്ചു. ഇത്രയും മത്സരങ്ങളിൽ നിന്ന് 10 പോയിന്റുമായി ലക്നൌ 4ാം സ്ഥാനത്ത് നിൽക്കുന്നു. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ പ്രഭാത വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസ് ലൈവ്.in വാർത്തകൾ വിരൽ തുമ്പിൽ.